നടി ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. 20 വർഷം കഠിന തടവാണ് പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത്. കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും തട്ടിക്കൊണ്ടുപോകലും അടക്കമുള്ള കുറ്റങ്ങളാണ് ശിക്ഷ. കോടതി വിധിച്ചത് കൂട്ടബലാത്സംഗത്തിനുള്ള ഏറ്റവും ചെറിയ ശിക്ഷയാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം പിഴ ചുമത്തിയിട്ടുണ്ട്. പിഴത്തുകയായ 5 ലക്ഷം രൂപ അത് അതിജീവിതയ്ക്ക് കൈമാറണമെന്നും അതിജീവിതയുടെ സ്വർണ്ണമോതിരം തിരിച്ചു നൽകണമെന്നുമൊക്കെ കോടതി ഇന്ന് ഉത്തരവിട്ടു. തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് വിധിയെന്നും സമൂഹത്തിൽ നടന്ന ചർച്ചകൾ വിധിയെ ബാധിച്ചിട്ടില്ല എന്നും പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചതെന്നും ജഡ്ജി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. പ്രതികൾ വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അന്ന് തടവുണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ ബാക്കി എത്രയാണോ വരുന്നത് അത് മാത്രം അനുഭവിച്ചാൽ മതിയാകും. പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ശിക്ഷാവിധിക്ക് പിന്നാലെ രൂക്ഷ വിമർശനം സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി ദിലീപിനെ വെറുതെ വിട്ടതിലും മറ്റു പ്രതികൾക്കുള്ള ഈ ശിക്ഷയിലും നടിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഇന്ന് ശിക്ഷ വരുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്. എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് ഇന്ന് വിധിച്ചിരിക്കുന്നത്. അത് 20 വർഷം കഠിന തടവ് എന്നുള്ളതാണ്. എല്ലാ പ്രതികൾക്കും ആ ശിക്ഷയുണ്ട്. ഒപ്പം തന്നെ 50,000 രൂപ പിഴയും ഓരോ പ്രതികൾക്കും പിഴയും ചുമത്തിയിട്ടുണ്ട്. പക്ഷേ പിഴത്തുകയിൽ ടോട്ടൽ എടുത്തു നോക്കുമ്പോൾ പല വകുപ്പുകളുടെ രീതിയിലാണ് ഓരോ പ്രതിക്കുമുള്ള തുക കാണിക്കുന്നത്. അതായത് പൾസർ സുനിക്കൊക്കെ ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ പിഴ വരുന്നത് പോലെയുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് 50,000 രൂപയാണ് ഓരോ പ്രതിക്കും പിഴ ചുമത്തിയത്. ക്രിമിനൽ ഗൂഢാലോചനയ്ക്കാണ്. അത് 20 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. 20 വർഷം അതിന്റെ വകുപ്പ് 376D ആണ്. അതിലാണ് 50,000 രൂപ പിഴ നേരത്തെ പറഞ്ഞിരുന്നത്. മറ്റൊന്ന് ഇതിലെ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയ്ക്ക് 120B ആണ്. മറ്റൊന്ന് തട്ടിക്കൊണ്ടുപോകലാണ്. അതിന് 10 വർഷമാണ് ഈ പ്രതികൾക്ക്. അത് 366ലാണ്. അതിന് 25,000 രൂപയാണ് പിഴ. ഒപ്പം തന്നെ അന്യായമായി തടങ്കിൽ വെക്കലുണ്ട്. ഒപ്പം തന്നെ ഈ ദൃശ്യം ചിത്രീകരിച്ചതിന് 5 വർഷം തടവുണ്ട്. ഒപ്പം തന്നെ ഈ ദൃശ്യം പുറത്തുവിട്ടതിന് ഇല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വേറെ തുകയുമുണ്ട്. അത് പൾസർ സുനിക്ക് മാത്രമാണ് ആ തുക വരുന്നത്. അതുകൊണ്ടാണ് പൾസർ സുനിക്ക് ഏതാണ്ട് 3 ലക്ഷത്തിലധികം പിഴ തന്നെ അടയ്ക്കേണ്ടി വരുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ ശിക്ഷ ഒന്നിച്ച് അനുഭവിക്കണം എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരണ സമയത്ത് ഉണ്ടായിരുന്ന ജയിൽ കഴിഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതിന്റെ ബാക്കിയുള്ള വർഷങ്ങൾ അനുഭവിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. ഈ ശിക്ഷ ഒന്നിച്ച് അനുഭവിക്കണമെങ്കിലും ഇന്ത്യൻ ശിക്ഷാ നിയമം 376D അതാണ് കൂട്ടബലാത്സംഗം. IPC 366 അത് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകലാണ്. IPC 342 അന്യായമായി തടങ്കലിൽ വെക്കലാണ്. IPC 354 സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗമാണ്. IPC 354B സ്ത്രീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം. IPC 357 ക്രിമിനൽ ബലപ്രയോഗമാണ്. അതിനു പുറമെ IT നിയമപ്രകാരമുള്ള കുറ്റങ്ങളുമൊക്കെ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ശിക്ഷയും പിഴയും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൾസർ സുനിക്കാണ്. അത് 20 വർഷമാണ് ശിക്ഷാ കാലാവധി വിധിച്ചിരിക്കുന്നത്. 3 ലക്ഷം രൂപയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ 3 ലക്ഷത്തിലധികം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം എല്ലാ വകുപ്പുകളിലും ഈ ചുമത്തിയ വകുപ്പുകളിലെല്ലാം പൾസർ സുനിയെ സംബന്ധിച്ച് പിഴ അടക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും പൾസർ സുനിക്ക് 3 ലക്ഷത്തിലധികമാണ്. ഒപ്പം മാർട്ടിൻ ആന്റണിക്ക് 20 വർഷം ശിക്ഷയുണ്ട്. അത് എല്ലാ പ്രതികൾക്കും 20 വർഷമാണ്. ഒപ്പം 1 ലക്ഷം രൂപയാണ് പിഴ ചുമത്തേണ്ടത്. മൂന്നാമത്തെ പ്രതി മണികണ്ഠനാണ്. മണികണ്ഠൻ B അതും 20 വർഷം 75,000 രൂപയാണ്. മറ്റെല്ലാ പ്രതികൾക്കും അതായത് ഈ ആദ്യത്തെ 3 പ്രതികളല്ലാതെ മറ്റെല്ലാ പ്രതികൾക്കും 75,000 രൂപയാണ്. മണികണ്ഠന് 75,000, വിജേഷിനും 20 വർഷം തടവും 75,000 രൂപ പിഴയുമാണ്. വടിവാൾ സലീമിനും 20 വർഷം തടവും 75,000 രൂപ പിഴയുമാണ് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതികൾ അനുഭവിക്കേണ്ട തടവ് കാലാവധിയാണ്. അതായത് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ഈ 20 വർഷം തടവ് ഇനി അനുഭവിക്കേണ്ടതില്ല. അതായത് വിചാരണ സമയത്ത് ജയിലിൽ കിടന്നതുകൊണ്ട് തന്നെ, അതായത് നമ്മളിപ്പോൾ പറയുന്നുണ്ട് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് എന്ത് ശിക്ഷ
കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ മറ്റു പ്രതികളെക്കാൾ കുറച്ചു കാലം കൂടി ഇനി കിടന്നാൽ മതി എന്നുള്ളതാണ്. പൾസർ സുനിയെ സംബന്ധിച്ച് തടവ് കാലാവധി 12.5 വർഷം മാത്രമാണ് വരുന്നത്. അതായത് നേരത്തെ ഒരു 7 വർഷത്തിനടുത്ത് പൾസർ സുനി ജയിലിലായിരുന്നു. അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ വിധിച്ചിരിക്കുന്ന 20 വർഷത്തിൽ നിന്ന് ബാക്കി ഏതാണ്ട് 12.5 വർഷം മാത്രം ജയിലിൽ കിടന്നാൽ മതി. മറ്റൊരു പ്രതിയായ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണിക്ക് 15 വർഷം മാത്രമാണ്. കാരണം മാർട്ടിൻ ഇതിനു മുൻപ് 4 വർഷവും കുറച്ച് മാസങ്ങളും ജയിലിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് 15 വർഷം എന്നുള്ളതാണ്. മറ്റൊന്ന് മണികണ്ഠനാണ്. മണികണ്ഠനും 15.5 വർഷം മാത്രമാണ് ജയിലിൽ കിടക്കേണ്ടത്. ഓരോ പ്രതികളിലേക്കും പെട്ടെന്ന് പോവാം. ബിജീഷാണ്. ബിജീഷിന് 15 വർഷമാണ്. സലീമിന് 18.5 വർഷമുണ്ട്. അതായത് ഇത് ടോട്ടലായിട്ട് എടുത്തു നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൾസർ സുനി കിടക്കുന്നത് ഏറ്റവും കുറച്ചു കാലമാണ്. അത് നേരത്തെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന രീതിയിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഇതിന്റെ അന്തിമ വിധി സെഷൻസ് കോടതിയിൽ നിന്ന് വരുമ്പോൾ ഏത് തരത്തിലാണ് വിധി വരുന്നത്, അത് എത്രത്തോളം കടുപ്പമുള്ള ശിക്ഷയാണ്, അതും ഒന്നാം പ്രതിയായ, അതായത് ഇതിന്റെ മൊത്തം ഗൂഢാലോചന കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഗൂഢാലോചനയാണ്, അത് നടപ്പാക്കിയ ആൾ ഇല്ലെങ്കിൽ ആ കുറ്റം ചെയ്ത ആൾ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കേണ്ടിരുന്ന പൾസർ സുനിയാണ്. അയാളാണ് ഏറ്റവും കുറവിനി ജയിലിൽ കിടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് 17 വർഷമാണ് ഈ അവസാനത്തെ 6ാം പ്രതിയായ പ്രദീപ് കിടക്കേണ്ടത്. ആ രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രതികളെ സംബന്ധിച്ച് ഈ വിചാരണ കാലയളവിൽ ജയിൽവാസം അനുഭവിച്ചുകൊണ്ട് തന്നെ പൾസർ സുനി 7 വർഷം, മാർട്ടിൻ ആന്റണി 7 വർഷം, മണികണ്ഠൻ 3.5 വർഷം, വിജീഷ് 3.5 വർഷം, വടിവാൾ സലീം ഏതാണ്ട് 2 വർഷം, പ്രദീപ് 2 വർഷം ശിക്ഷ അനുഭവിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ഇളവ് അക്കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി പ്രതികൾ അനുഭവിക്കേണ്ട തടവ് കാലാവധി പൾസർ സുനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കണം, ഇല്ലെങ്കിൽ ആ ക്രൈം ചെയ്തത്, അത് എക്സിക്യൂട്ട് ചെയ്തത്, അത് നടത്തിയത് പൾസർ സുനിയാണ്. അപ്പോ ഈ ശിക്ഷ മതിയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കോടതി ഇന്ന് പരിഗണിച്ച കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അതിന് നമ്മളോടൊപ്പം അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, കോടതി എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പരിഗണിച്ചു എന്നാണ്? അതായത് ചില പരാമർശങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു നടന്ന ചർച്ചകളിലൊക്കെ കോടതി നടത്തിയിട്ടുണ്ട്, ചില വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോർട്ടിൽ സംഭവിച്ച വിവരങ്ങൾ. രാവിലെ 11 മണിക്ക് കേസെടുക്കുമെന്നായിരുന്നു തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആദ്യത്തെ റോൾ കോൾ കഴിഞ്ഞ ശേഷം കേസെടുക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് പിന്നീട് ഒരു 11:30 മണിയായി കേസെടുക്കാൻ. അതിനുശേഷം 1 മണി വരെ ലഞ്ച് ബ്രേക്കിന് കോടതി പിരിയുന്നത് വരെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയും ചെയ്തു. ആദ്യം തന്നെ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, തുടക്കത്തിൽ തന്നെ പ്രത്യേകിച്ച് നിരവധി മാധ്യമ പ്രവർത്തകരും വലിയ അഭിഭാഷക കൂട്ടവുമൊക്കെ കോടതി മുറിയിൽ തിങ്ങി നിറഞ്ഞിരുന്നു. അതിനു പുറമെ ഈ 6 പ്രതികളും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരോടും കോടതി നടപടികൾ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുത്. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോട്, അഭിഭാഷകരോടൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു വാണിംഗ് എന്ന പോലെയാണ് കോടതി പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 8-ാം തീയതി വിധി വന്നതിന് ശേഷം 12-ാം തീയതി വരെയുള്ള ഒരു 4 ദിവസ കാലയളവിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി സിസ്റ്റം ഒക്കെ വിമർശന വിധേയമാക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അതിനൊപ്പം തന്നെ അസാധാരണമായ രീതിയിൽ ജഡ്ജി ഹണി എം വർഗീസിന്റെ പേര് കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടു. അത് തന്നെയാണ് മന്ത്രി രാജീവും ആ രൂപത്തിൽ അതൊരു നല്ല കീഴ്വഴക്കമല്ല എന്നതുൾപ്പെടെയുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സൂചനയൊക്കെ നൽകിയത്. അതിന് കൃത്യമായി തന്നെ കോടതിയിൽ ഇന്ന് അവർ ഒരു സമയത്ത് തുടക്കത്തിൽ തന്നെ കൃത്യമായൊരു വാചകം, വളരെ പഞ്ച് ഡയലോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹണി വർഗീസിന്റെ ഭൂതകാലം വേണമെങ്കിൽ നിങ്ങൾ ചികഞ്ഞോളൂ, പക്ഷേ കോടതി നടപടികൾ തടസ്സപ്പെടുത്തരുത്. അതിനകത്ത് ഒരു തരത്തിലുള്ള ഈ നടപടികൾ തടസ്സപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും അനുവദിക്കാൻ കഴിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ അത് റെസ്ട്രിക്ഷൻസിന് വിധേയമായാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ അതിലേക്ക് പോകുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ നീണ്ട ഒരു 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദം നടന്നത് പരമാവധി ശിക്ഷ നൽകണോ കുറഞ്ഞ ശിക്ഷ നൽകണോ എന്നത് സംബന്ധിച്ചായിരുന്നു. പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള തടവ് ശിക്ഷ, ഏറ്റവും കുറഞ്ഞത് ഈ വകുപ്പിൽ ഏറ്റവും കുറഞ്ഞതാണ് 20 വർഷത്തെ തടവ് ശിക്ഷ എന്ന് പറയുന്നത്. അത് നൽകേണ്ടത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ പറഞ്ഞു എല്ലാവർക്കും തുല്യമായി തന്നെ, പ്രത്യേകിച്ച് 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ള ആളുകൾ ഒരുമിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. അതിൽ ഒരാളില്ലെങ്കിൽ മറ്റേ ആളില്ല, അതുകൊണ്ട് എല്ലാവർക്കും തുല്യ പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഈ പ്രോസിക്യൂഷൻ വാദം തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ആളുകളെ കോടതി ഈ ഡയസിന് മുമ്പിലേക്ക്, ചെയറിന് മുമ്പിലേക്ക് വിളിക്കുകയും വ്യക്തിപരമായി തന്നെ അവരോട് കോടതിക്ക് മുമ്പിൽ ശിക്ഷാവിധി സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായി പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം പൾസർ സുനി വന്നു, മാർട്ടിൻ വന്നു, വിജീഷ് വന്നു,
വടിവാൾ സലീം വന്നു, അതോടൊപ്പം തന്നെ ഈ പ്രദീപ് വന്നു. അങ്ങനെ 6 പേരും ഓരോരുത്തർക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞത് വീട്ടിൽ പ്രായമായ അമ്മ മാത്രമാണുള്ളത്, തന്റെ വരുമാനം ആശ്രയിച്ച് മാത്രമാണ് കഴിയുന്നത്, ഒരു 9 വയസ്സും 2 വയസ്സുമുള്ള മകളും മകനുമുണ്ട്, 1 വയസ്സ് മാത്രമായ കുഞ്ഞുണ്ട്, ഭാര്യ മാത്രമാണുള്ളത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് മാർട്ടിൻ കോടതിക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. പ്രദീപും ജോലി കഴിഞ്ഞ് വരുന്ന വരവിൽ തന്നെ താൻ ഇതിൽ പെട്ടുപോയതാണ്, താൻ മനസ്സർപ്പിച്ചല്ല കുറ്റം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്കകത്ത് പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരെയായി ആ പ്രതിക്കൂട്ടിലേക്ക് തന്നെ കയറ്റി. പിന്നീടാണ് വാദം തുടങ്ങിയത്. ആ വാദത്തിനൊടുവിൽ കോടതി തന്നെ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കോടതി കൃത്യമായി തന്നെ പറയുന്നു, ഈ ബലാത്സംഗം എന്ന് പറയുന്നത്. അതിനിടയിലാണ് ഒരു കാര്യം ഓർത്തത്. അതിൽ ഒരു പ്രതി, മറ്റുള്ളവരൊക്കെ അവരുടെ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അപേക്ഷിക്കുമ്പോൾ ഒരു പ്രതി, അത് തലശ്ശേരിയിലാണ്, കണ്ണൂരിലാണ് വീട്, അതുകൊണ്ട് തലശ്ശേരിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ ട്രോളും മീമും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രതിയുടെ കാര്യം മാത്രം. അങ്ങനെ പല വിഷയങ്ങളാണ് അവരവിടെ സംസാരിച്ചത്, ഇല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ശിക്ഷ ഇതിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ച് പല പ്രതികരണങ്ങളും വരുന്നത് സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ ശിക്ഷാവിധിയിലൂടെ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഈ രീതിയിലൊരു കേസ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സ്റ്റഡി ആയിട്ട്, ഒരു ഹിസ്റ്ററി ആയിട്ട് പോലും നിൽക്കാൻ സാധ്യതയുള്ള കേസ് കൂടിയാണ്. അപ്പം അത് അങ്ങനെ ഒരു സമൂഹത്തിന് അങ്ങനെ ഒരു തെറ്റായ ഒരു സന്ദേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ആ രീതിയിൽ അതിനെ കാണേണ്ടതുണ്ടോ? 100 പേജുള്ള ഒരു വിധിന്യായമായിരിക്കും ഇനി പുറത്തു വരാൻ പോവുക എന്നൊരു കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിമർശനങ്ങളെ സംബന്ധിച്ച് ഹണി എം ജോർജ് തന്നെ മറ്റൊരു കമന്റ് കൂടി പറയുന്നുണ്ട്. ജഡ്ജി കോടതിയിൽ പറയുന്നുണ്ട്, വിമർശിക്കണമെന്ന് നിർബന്ധമുള്ളവർ, കമന്റ് പറയണമെന്ന് നിർബന്ധമുള്ളവർ ഈ വിധിന്യായം വായിക്കട്ടെ, വായിച്ചതിന് ശേഷം അവർ വിമർശിക്കണം. പ്രത്യേകിച്ച് ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചതുപോലെ നിയമ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ ചരിത്രമായി അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ജഡ്ജ്മെന്റ് എന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതിന്റെ മറ്റു മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ അപ്പീലിന് വിധേയമാകുമെന്നാണ് ഇപ്പോൾ തന്നെ സർക്കാർ എടുത്തതുപോലെ ഒരു പക്ഷേ. പറഞ്ഞോളൂ മുസ്തഫ. പക്ഷേ ഇതിനകത്ത് ഇത് സമൂഹത്തിന് പാഠമാകേണ്ട ഒരു വിധിയാണ്, സമൂഹത്തിന് കണ്ണ് തുറപ്പിക്കുന്ന ഒരു വിധിയാകണമെന്ന് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പറഞ്ഞപ്പോ ജഡ്ജി ചോദിച്ചത് സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതുന്നത് എന്നാണ്. അപ്പോൾ പറഞ്ഞത് സമൂഹത്തിന് കൃത്യമായി തന്നെ ഒരു പാഠമാകണം. കാര്യം കുറ്റകൃത്യങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ അത്തരത്തിലുള്ള ഇടപെടലുകൾ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ കോടതി അത് തിരുത്തുന്നുണ്ട്. കോടതി പറയുന്നത് അത് പറഞ്ഞത് ശരിയാണ്, പക്ഷേ വിധി എഴുതുന്നത് അത് മാത്രം സമൂഹത്തെ മാത്രം നോക്കിക്കൊണ്ടല്ല. ഈ സമൂഹത്തിനകത്തുള്ള ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത് സമൂഹത്തെ സ്വാധീനിച്ചേക്കാം, പക്ഷേ വിധി തയ്യാറാക്കുന്നത്, വിധി എഴുതുന്നത് അത് നിയമപരമായ കുറെ കൂടി കാര്യങ്ങൾ. ഇതിലെ സമയത്തിന്റെ പ്രശ്നം കൊണ്ടുകൂടിയാണ് ഞാൻ ഇടപെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പല രീതിയിലുള്ള മാറ്റങ്ങൾ, അത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും, കേരളത്തിന്റെ അതായത് ജനങ്ങൾക്കിടയിലാണെങ്കിലും ആ സിനിമാ മേഖലയിലാണെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ ജെൻഡർ ഇക്വാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണെങ്കിലും പൊതുവെ വലിയ മാറ്റമുണ്ടാക്കിയ, വലിയ പ്രതിഷേധമുയർന്ന, വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായങ്ങൾ, ഡിബേറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, നാളുകൾ നീളുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുതിയ തലമുറയാണെങ്കിലും വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു കേസ് എന്ന രീതിയിൽ ഇത് കോടതിയിലേക്ക് എത്തിയപ്പോൾ കോടതിയെയും ഇല്ലെങ്കിൽ ജഡ്ജിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതിലേക്ക്, ആ രീതിയിൽ കൂടി വലിയ മാറ്റത്തിലേക്ക് സമൂഹത്തെ എത്തിച്ചൊരു കേസായത് മാറുകയാണ് എന്നുള്ളതാണ്. തിരിച്ചെത്താം. ഇതിൽ അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട്. ആരൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത് നോക്കേണ്ടതുണ്ട്. എന്തൊക്കെ തരം പ്രതികരണങ്ങൾ വന്നു എന്നറിയേണ്ടതുണ്ട്. അത് നല്ല വിധിയായിട്ടാണ് തോന്നുന്നത്. ശരിയായ രൂപത്തിലുള്ള അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള ഒരു അംഗീകാരം കൂടിയാണ്. 6 പ്രതികൾക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള എല്ലാവർക്കും മാതൃകാപരമായൊരു ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അതാണ് അത് സംബന്ധിച്ചുള്ള പ്രാഥമിക പ്രതികരണമായി. പരമാവധി ശിക്ഷയാണ് അതിനകത്ത്. 20 വർഷമാണല്ലോ വന്നിരിക്കുന്നത്. യുവജന സാധാരണ 14 വർഷമാണല്ലോ. 20 വർഷം അതിനകത്ത് പരമാവധി ശിക്ഷയായിട്ടാണ്. ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞു പോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനഃശാസ്ത്രിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. ഇതിൽ വന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. എവിടെയാണ് ഈ കേസിന്റെ വിധിയിൽ സർക്കാരും പ്രോസിക്യൂഷനും രണ്ട് തട്ടിലാണ് എന്ന് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല കോടതി വിധിയിൽ നിരാശയെന്നും സ്ത്രീത്വത്തിന്റെ മാത്രം ഉയർത്തുന്ന വിധിയല്ലെന്നുമൊക്കെ CPI സെക്രട്ടറി വിനയ് വിശ്വം പറഞ്ഞിരുന്നു. കേസിൽ എന്തുകൊണ്ട് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ചോദിക്കുന്നുണ്ട്. വിധിയിൽ നിരാശയെന്ന് സംവിധായകന് കമലും പ്രതികൾക്കുള്ള ശിക്ഷ പോരെന്നും അപ്പീൽ പോകണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് AMMA പ്രസിഡന്റ് ശ്വേത മേനോനും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ഈ ശിക്ഷ പോരാ. അതായത് ബലാത്സംഗത്തിന് പോലും ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്, കൂട്ടബലാത്സംഗത്തിന്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മന്ത്രി P രാജീവ് എന്തുകൊണ്ട് തക്കതായ ശിക്ഷ ലഭിച്ചു എന്ന് പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുള്ളിലെ പൊളിറ്റിക്സ് അറിയേണ്ടതുണ്ട്. സർക്കാർ ഏത് തരത്തിലായിരിക്കും ഈ അപ്പീൽ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിലപാടിൽ എങ്ങനെയായിരിക്കും നിൽക്കുക എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ അറിയണം. സിനിമാ സംഘടനകൾ എന്ത് നിലപാടെടുക്കുന്നു വരും ദിവസങ്ങളിൽ. കാരണം സ്വാഭാവികമായിട്ടും ഇനിയായിരിക്കും ശരിയായ പോരാട്ടത്തിലേക്ക് നടി കടക്കുക, അതിജീവിത കടക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പോരാട്ടത്തിൽ എങ്ങനെ നിൽക്കും കേരളം അതിജീവിതയ്ക്കൊപ്പം എന്നത് കാണേണ്ടതുമാണ്.